കഴിഞ്ഞ തവണ ബി.ജെ.പിയും കോൺഗ്രസും ആണയിട്ട് പറഞ്ഞു കേജ്രിവാൾ തരുന്ന എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗജന്യങ്ങളും അവർ സൗജന്യം എന്നാണ് പറയുന്നത്. പക്ഷെ കേജ്രിവാൾ അങ്ങനെയല്ല പറയുന്നത്. ഇത് ഞങ്ങളുടെ ഔദാര്യമല്ല, ഇത് നിങ്ങളുടെ അവകാശമാണ് എന്ന് പറയുന്ന ഒരു നേതാവാണ് ഡൽഹി ഭരിക്കുന്നത്. അങ്ങനെ ഒരു നേതാവ് തന്നെയാണ് പഞ്ചാബും ഭരിക്കുന്നത്. അവിടെയുള്ളവർക്ക് ഈ സൗകര്യങ്ങളൊക്കെ ലഭിക്കാമെങ്കിൽ അതിനേക്കാൾ റിച്ചായിട്ടുള്ള പല സംസ്ഥാനങ്ങളിലും എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല? അവിടെ വോട്ട് ചോദിക്കാൻ വരുന്ന ബി.ജെ.പിക്കാരും കോൺഗ്രസ്സുകാരും പറഞ്ഞത് ഈ കേജ്രിവാൾ തരുന്ന മുഴുവൻ സൗകര്യങ്ങളും ഞങ്ങൾ തരും, ഇത്തവണ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ. അവർ പറഞ്ഞ ഒരൊറ്റ വാക്കേ ഉള്ളൂ, ബി.ജെ.പി ഭരിക്കുന്ന ഒരുപാട് സംസ്ഥാനമുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന ഒരുപാട് സംസ്ഥാനമുണ്ട്, അവിടെ ഒന്നും കോൺഗ്രസും ബി.ജെ.പിയും കൊടുക്കുന്നില്ലെങ്കിൽ ആം ആദ്മി ഭരിക്കുന്ന ഒരു സംസ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 2 സംസ്ഥാനമേ ഉള്ളൂ. ഈ 2 സംസ്ഥാനത്ത് കൊടുക്കുന്ന സൗകര്യങ്ങൾ ഒന്നും നിങ്ങൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും കൊടുക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഡൽഹിയിലും പഞ്ചാബിലും കൊടുക്കാമെന്ന് പറയുന്നു? നിങ്ങൾ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഈ സൗകര്യങ്ങളും സൗജന്യങ്ങളും, നിങ്ങളുടെ ഭാഷയിൽ സൗജന്യം, കേജ്രിവാളിന്റെ ഭാഷയിൽ അത് നിങ്ങളുടെ അവകാശം, ഈ അവകാശങ്ങൾ ഞങ്ങൾക്ക് പ്രാപ്തമാക്കി കാട്ടിത്തരൂ. 70-ൽ നിന്ന് ഒന്നുപോലും കുറയാതെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത്രയ്ക്ക് കോൺഫിഡന്റ് ആണ്. ഓട്ടോയിലും ഇല്ല, സൈക്കിളിൽ പോകാനുള്ള ഒരാൾ പോലും കിട്ടില്ല. തീർച്ചയായും മാഡം പറയുന്നത് 2014 തെരഞ്ഞെടുപ്പിൽ ഓട്ടോയിൽ പോകാനുള്ള ഒരു സൗജന്യം അനുവദിച്ചു കൊടുത്തു. അതും അനുവദിക്കില്ല, 70 സീറ്റിലും ജയിക്കുമെന്നാണ്. ജനസേവനം അവരുടെ ലക്ഷ്യമാണെന്ന് ബോധ്യമുള്ള ആളുകൾക്ക് മാത്രം അവരുടെ ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ സംവിധാനത്തിന്റെ ഭാഗമാകാമെന്നേ ഉള്ളൂ. ഞാൻ തന്നെ വെറും 1400 കൊണ്ട് കച്ചവടം തുടങ്ങി 5.5 കോടി രൂപ ഉണ്ടാക്കിയ ഞാൻ ഇന്ന് 40 ലക്ഷം രൂപ കടബാധ്യതയിലാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് ഒരു പാർട്ടി ഫുൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആം ആദ്മി ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് ആം ആദ്മി പാർട്ടിയുടെ ദില്ലിയിലെ വിജയസാധ്യത? എൻ്റെ കൂടെയുള്ളത് രാഷ്ട്രീയ നിരീക്ഷക റാണി ആൻഡോ ആണ്. റാണി ആൻഡോ 23 വർഷമായി ദില്ലിയിൽ താമസിച്ചിട്ടുള്ള വ്യക്തിയാണ്. റാണി മാഡം, ഹാർട്ടി വെൽക്കം. ഡൽഹിയിലെ ഒരു തണുപ്പ് കാലഘട്ടം തുടങ്ങാൻ തോന്നുന്നില്ല, പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ ചൂട് വളരെയധികം വർദ്ധിച്ചു. 2012 അഴിമതിക്കെതിരെ വലിയ പോരാട്ടവുമായി ചൂലുമെടുത്ത് അതുപോലെ തൊപ്പിയും വെച്ച് പോരാട്ടത്തിന് ഇറങ്ങിയതായിരുന്നു ആം ആദ്മി. ഇക്കുറി ആം ആദ്മി പാർട്ടിയുടെ വിപ്ലവകരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ അതേ കെജ്രിവാൾ ജയിൽ ശിക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. മറ്റുള്ള മന്ത്രിമാർ പലരും കേസിലാണ്. ആശങ്കയുണ്ടോ? കഴിഞ്ഞ 3 തവണയും മിന്നും വിജയം നേടിയ ആം ആദ്മി പാർട്ടി അതിനേക്കാൾ മിന്നും വിജയത്തിലായിരിക്കും ഇത്തവണ വിജയിക്കുന്നത് എന്നുള്ളത് നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, അദ്ദേഹം അഗ്നിശുദ്ധി വരുത്താൻ തയ്യാറായാണ് നിൽക്കുന്നത്. നമുക്ക് അറിയാം, ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ജീവിക്കുന്ന നിങ്ങളോടാണ് ഞാനിത് പറയുന്നത്. കേരളത്തിൽ എന്തെല്ലാം അഴിമതികൾ, തെളിവുകളുണ്ട്, സാക്ഷികളുണ്ട്, എന്തൊക്കെ ഉണ്ടായിട്ടും നമുക്ക് അവിടെ ഒരു തരത്തിലും അറസ്റ്റില്ല, ജയിലില്ല, ഒരു പ്രതിസന്ധികളില്ല. കൊന്നു എന്ന് ഉറപ്പുള്ള കേസുകൾ പോലും നമുക്കവിടെ ഈ നേതാക്കൾക്ക് ആർക്കും ഒരു തട്ടുകേട് പറ്റുന്നില്ല. എന്നാൽ ബി.ജെ.പിയുടെ കേന്ദ്ര സംവിധാനങ്ങളായ ഇ.ഡിയും CBIനെയും ഉപയോഗിച്ചുകൊണ്ട് കേജ്രിവാളിനെയും ടീമിനെയും ഏറ്റവും ഉയർന്ന നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് അവിടുത്തെ ബി.ജെ.പി നേതാക്കളുടെയും LGയുടെയും മാത്രം അജണ്ടയാണ്. അതിനുവേണ്ടി കേന്ദ്ര ഏജൻസികളായ CBIനെയും ഇ.ഡിനെയും ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 1000-ൽ പരം റെയ്ഡുകൾ നടത്തിയിട്ട് കേജ്രിവാൾ അടക്കമുള്ള മുഴുവൻ ഇവർ അറസ്റ്റ് ചെയ്ത ആരോപിക്കുന്ന കുറ്റാരോപണം നടത്തുന്ന എല്ലാ നേതാക്കളുടെയും വീടുകൾ, ഓഫീസുകൾ, അവരുമായി ബന്ധപ്പെട്ട ഓരോ ഓഫീസ് സ്റ്റാഫ്, ബന്ധുമിത്രാദികൾ, അയൽവക്കക്കാർ എല്ലാവരെയും അവർ പല ചോദ്യം ചെയ്തിട്ടും റെയ്ഡുകൾ നടത്തിയിട്ടും എന്തെങ്കിലും വിധത്തിലുള്ള ഒരു തെളിവോ സാക്ഷികളോ ഒരു കടലാസോ ഒരു മെസ്സേജോ ഒരു ഫോൺ വിളിയോ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഒരു ഫയലോ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കോടതി വീണ്ടും വീണ്ടും ചോദിച്ച് അവസാനം ഇ.ഡി അറസ്റ്റ് ചെയ്ത് ഇ.ഡിയിൽ നിന്നും അറസ്റ്റിൽ നിന്നും അവർക്ക് കോടതി ജാമ്യം അനുവദിക്കുന്ന നിമിഷത്തിലെ CBI വന്ന് അറസ്റ്റ് ചെയ്യുന്ന തെരുവ് നാടകത്തേക്കാൾ മോശമായ നാടകങ്ങളാണ് കോടതിയിൽ അരങ്ങേറിയത്. ഇതെല്ലാം കണ്ടു കേട്ടു രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഏത് വ്യക്തികൾക്കും നിസ്സംശയം പറയാവുന്ന ഒരു
കാര്യങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസും BJPയും വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപം പറയുന്നുണ്ട്. അതായത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കുറേ ജനക്ഷേമ പദ്ധതി, ഈ വയോജന പദ്ധതി പ്രായോഗികമല്ലെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പ്രായമായുള്ള വ്യക്തികളുടെ വോട്ടുകൾ കണ്ണുവെച്ചിട്ടാണെന്നുള്ള ഒരു ആരോപണം. എന്ത് പറയുന്ന ആരോപണത്തെക്കുറിച്ച്? അതിനുള്ള മറുപടിയാണ്, ഇലക്ട്രിസിറ്റി ഫ്രീ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതെങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 8 വർഷമായിട്ട് ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാട്ടിത്തരാം. ഇലക്ട്രിസിറ്റി ബില്ല് ഞാൻ അടച്ചിട്ടില്ല, 0 ആണ്. വെള്ളം 8 വർഷമായിട്ട് ഞാൻ വെള്ളത്തിൻ്റെ ബില്ല് അടച്ചിട്ടില്ല. ബസ്സിൽ കയറിയാൽ പൈസ കൊടുക്കണ്ട. എൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ 6-7 ക്യാമറകളാണ്. എൻ്റെ വീടിൻ്റെ മുന്നിൽ ഇറങ്ങി, ഒരു കോർണറാണ് എൻ്റെ വീട്, അവിടെ ഇറങ്ങി നിന്ന് 6-7 ക്യാമറകൾ അവിടെ നിന്ന് തന്നെ കാണാം. എൻ്റെ നേരെ മുമ്പിൽ പാർക്കാണ്. ആ പാർക്കിലും എൻ്റെ ഗലിയിലും എൻ്റെ ഓപ്പോസിറ്റ് ഗലിയിലുമായിട്ട് 6-7 ക്യാമറകളാണ്. അത് ഞങ്ങളുടെ സുരക്ഷിതത്വമാണ് ഉറപ്പുവരുത്തുന്നത്. ഇത് വേറെ ആർക്കും പറ്റിയില്ല. 1.5-2 കിലോമീറ്ററിലെ ഞങ്ങൾക്ക് ആർക്കാണെങ്കിലും 3/4 കിലോമീറ്റർ 1.25 കിലോമീറ്റർ നടന്നാൽ എല്ലായിടത്തും മൊഹല്ല ക്ലിനിക്കുകളുണ്ട്. എല്ലാ മരുന്നുകളും എല്ലാ ടെസ്റ്റുകളും ഫ്രീ ആണ്. ഇത് ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇത് ചെയ്യുമ്പോഴും അവർ പറഞ്ഞു ഇതൊന്നും നടക്കുന്ന കാര്യമല്ലാന്ന്. അത് നടത്തിയില്ലേ? ഇലക്ട്രിസിറ്റി ഫ്രീ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു, പറ്റിയില്ലേ? വെള്ളം ഫ്രീ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഏറ്റവും രസം എന്താണോ, മഴയില്ല ഡൽഹിയിൽ, നദികളില്ല. ഒരു യമുന നദി ഒരു സൈഡ് വഴി പോകുന്നുണ്ടെന്നേ ഉള്ളൂ, നദിയില്ല. അവിടെ സ്വന്തമായി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നില്ല. 44 നദികളുള്ള കേരളത്തിൽ വെള്ളം ഫ്രീ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇലക്ട്രിസിറ്റി ഫ്രീ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇത്രയും ഡാമുകളുണ്ട്, ഇത്രയും ഇലക്ട്രിസിറ്റി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഇവിടെ ഇലക്ട്രിസിറ്റി ഫ്രീ കൊടുക്കാൻ പറ്റുന്നില്ല? ഇതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലും. പക്ഷെ ഡൽഹിയിൽ അത് സാധിക്കുന്നുണ്ട്. അവർ വെള്ളവും ഇലക്ട്രിസിറ്റിയും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പണം കൊടുത്ത് കോർപ്പറേറ്റുകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങിയിട്ടാണ് അവര് ഈ ഇലക്ട്രിസിറ്റിയും വെള്ളമൊക്കെ ഫ്രീ കൊടുക്കുന്നത്. കേജ്രിവാൾ ഡൽഹിയിൽ പ്രഖ്യാപിക്കുന്ന ഇത്തരത്തിലുള്ള ഇന്ന് വരെ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പ്രാബല്യത്തിൽ വരുത്തിയതാണ് ചരിത്രം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഒരു സംശയവും കൂടാതെ വിശ്വസിക്കാം, നടക്കും. കേജ്രിവാള് മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പും രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിന് മുമ്പും അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തിയിരുന്നപ്പോഴും എന്ത് പറഞ്ഞോ അത് തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാതെ പോകാൻ പാടില്ല. ഫ്രീബി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു പല പാർട്ടിക്കാരും കളിയാക്കിയിരുന്നു ആദ്യം. ഇപ്പോഴാണ് അവർ ഞങ്ങളും തരാമെന്ന് പറയുന്നത്. ഇപ്പൊ അവർക്ക് ഫ്രീബിയിൽ കുഴപ്പമില്ല. ഫ്രീബി എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ വാക്കേ ഉള്ളൂ, മന്ത്രിമാർക്ക് അദ്ദേഹം ഒരു ബീക്കൺ ലൈറ്റോ കാര്യങ്ങളോ വെച്ചിട്ടുള്ള വണ്ടിയിൽ ഇന്ന് വരെ യാത്ര ചെയ്തിട്ടില്ല. ഒരൊറ്റ MLA-മാരും അങ്ങനെ ചെയ്തിട്ടില്ല. അവർക്ക് ഡ്രൈവർമാരും ഇല്ല. അവരൊക്കെ സ്വയം ഡ്രൈവ് ചെയ്താൽ പല MLA-മാരും MP-മാരും വരുന്നത്. അത് വിട്ടേക്കാം. ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണ്, ഫ്രീബി എന്ന് പറഞ്ഞ് കളിയാക്കിയത് ഇന്ന് അവർ കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതല്ല. കേജ്രിവാൾ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, മന്ത്രിമാർക്ക് ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റിയും വെള്ളവും യാത്രാ സൗകര്യങ്ങളും അവർ ധരിക്കുന്ന ഉടുപ്പ് തൊട്ട് അവരുടെ ഭക്ഷണം വരെ പറ്റും. MLA-മാർക്ക്, മന്ത്രിമാർക്ക്, പ്രധാനമന്ത്രിക്ക് എല്ലാവർക്കും പറ്റുമെങ്കിൽ, എല്ലാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും കൊടുക്കാമെങ്കിൽ ഈ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് അവർക്ക് കൂടി എന്തുകൊണ്ട് ഇലക്ട്രിസിറ്റിയും വെള്ളവും അവരുടെ ഭക്ഷണം? ഞങ്ങൾക്ക് റേഷൻ ഫ്രീ ആണ്, റേഷൻ വീട്ടിലെത്തിച്ചു തരികയാണ്. അപ്പൊ ഇതെല്ലാം ചെയ്യാൻ പറ്റും. അതെല്ലാം കൊടുത്താലും ഇന്ന് മിച്ച ബജറ്റുള്ള ഒരൊറ്റ സംസ്ഥാന ഖജനാവേ ഉള്ളൂ. അത് ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ഡൽഹി സംസ്ഥാനത്തിന്റെ ഖജനാവാണ് എന്ന് ഉറക്കെ പറയാനും കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, റാണി പത്മ, പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കണം. ഇന്ത്യ അഴിമതിയെ താങ്കൾ പറഞ്ഞു, അഴിമതിക്കെതിരെ വലിയൊരു പോരാട്ടം നടത്തിയ പ്രസ്ഥാനമാണ് ആം ആദ്മി. അതുപോലെ തന്നെ ഇന്ത്യ നേരിടുന്ന വലിയൊരു ഭീഷണിയാണ് വർഗീയത. ഹിന്ദുത്വ ആശയങ്ങൾക്കോട് വലിയ എതിർപ്പില്ല എന്ന് പറയുന്നു. വർഗീയതയോടുള്ള ഒരു കോംപ്രമൈസിങ് ആണോ? തീർച്ചയായും ഒരു ഹിന്ദു വർഗീയതയുള്ളത്. സത്യസന്ധമായി ഉത്തരം പറയണം. 100% സത്യസന്ധമായി മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം പണ്ട് നോട്ടില് ലക്ഷ്മിനെയും ദേവീനെയും ഒക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞത് അത് കൊണ്ടുവരാൻ വേണ്ടി അല്ല എന്നുള്ളത് നമുക്ക് വാദഗതിക്ക് വേണ്ടി വേണമെങ്കിൽ കേജ്രിവാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയാമെങ്കിലും അത് അതിനു വേണ്ടി അല്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം എന്താണോ, അന്ന് നോട്ടില് ഇവര് പൂജിക്കുന്ന, ഇവര് ഇന്നും ഇവരുടെ ഓഫീസുകളിലും പാർലമെന്റിലൊക്കെ വെച്ച് ആരാധിക്കുന്ന ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നവനെയും RSSന്റെ സവർക്കറേയും ഗോഡ്സേനെയും ഒക്കെ അവർക്ക്, അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഇന്നായിരിക്കുന്ന മോദിയുടെ ഒക്കെ പടം
നോട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ആലോചനയുടെ ഭാഗമായി അവർ തുടക്കമിട്ടപ്പോൾ ആ തുടക്കത്തിനെ എതിർക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. എല്ലാം ഉണ്ട്. അതിനൊരു കാര്യമുണ്ട്, കോംപ്രമൈസ് അല്ലല്ലോ ചെയ്തത്. അത് പറഞ്ഞാൽ അവിടെ ഒരിക്കലും അക്കാര്യത്തെ അത് അവർക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല. കാരണം അവർക്ക് ഹിന്ദുത്വമല്ല വേണ്ടത്, അവർക്ക് വേണ്ടത് അവരുദ്ദേശിക്കുന്ന അജണ്ട നടപ്പിലാക്കുക എന്നുള്ളതാണ്. ആ അജണ്ടയെ ഇതുകൊണ്ട് മാത്രമേ എതിർക്കാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹിന്ദുക്കളുടെ ദൈവങ്ങളെയും വെക്കില്ല, അവർക്ക് ഇനി ദൈവങ്ങളെ, അപ്പൊ ഹിന്ദുക്കളെ പറ്റിക്കുന്നതിന് പറ്റിക്കുവാണെന്നുള്ളത് ഹിന്ദുക്കൾക്ക് തന്നെ വ്യക്തമാവുന്ന ഒരു സംവിധാനമാണ് അദ്ദേഹം അവിടെ കൊണ്ടുവന്നത്. അതായത് ദേവി ദേവന്മാരെ മാറ്റിക്കൊണ്ട് മോദിയുടെ പടം വെക്കാനോ അല്ലെങ്കിൽ ഈ സവർക്കറുടെയോ ഗോഡ്സയുടെയോ പടം വെക്കാനോ അവർക്ക് സാധിക്കില്ല. ആ സംവിധാനത്തിനെ പൊളിച്ചടക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അതിലുള്ളൂ. അതിന്റെ അപ്പുറത്ത് അതിലൊരു ഹിന്ദു ഇങ്ങനെയുള്ള, പിന്നെ അദ്ദേഹം ഒരു ഹനുമാൻ ഭക്തനാണ്. അദ്ദേഹം ഒരു ദൈവങ്ങളെയും നിശ്ചയിച്ചിട്ടില്ല. അവരവരുടെ ദൈവങ്ങളെ ആരാധിക്കാനുള്ള അവകാശം അവരവർക്ക് കൊടുക്കണമെന്ന് മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹത്തിന് ഒരു ഹിന്ദുത്വ അജണ്ടയില്ല. പിന്നെ അദ്ദേഹത്തിന് ആരാധിക്കാൻ, അദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ച് ആരാധിക്കാനുള്ള റൈറ്റ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കും. BJPയുടെ കുത്തകയൊന്നുമല്ല ഈ ദൈവങ്ങളൊന്നും അല്ല. റാണി മാഡം, വ്യക്തിപരമായൊരു ചോദ്യം കൂടിയാണ്. ഈ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളും ടെക്നോക്രാറ്റുകൾ അല്ലെങ്കിൽ പ്രൊഫഷണലുകളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന, അതാണ് എനിക്ക് തോന്നുന്നു ആം ആദ്മിയുടെ ഒരു വലിയ രാഷ്ട്രീയം അല്ലെങ്കിൽ അജിത് കെജ്രിവാൾ സംബന്ധിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാണ്? ഒരു പക്ഷേ ഡൽഹിയിൽ വിജയിച്ചിട്ടുണ്ടാവും, പഞ്ചാബിൽ വിജയിച്ചിട്ടുണ്ടാവും. പക്ഷേ ടെക്നോക്രാറ്റുകളാണോ ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണേണ്ടവർ? പ്രൊഫഷണൽസ് ആണോ രാജ്യത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ടത്? എനിക്ക് ചോദ്യം മനസ്സിലായി. ഈ പ്രൊഫഷണലാവണം, എഡ്യൂക്കേറ്റഡ് ആവണം എന്നുള്ളതിനേക്കാൾ ഉപരി ജനങ്ങളോട് സ്നേഹവും ജനങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള ഒരു ഡെഡിക്കേഷൻ ഹൃദയത്തിലുള്ളവർ ഈ സംവിധാനങ്ങളിൽ വരണം എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ നമുക്ക് തെളിയിച്ച് കാട്ടി തന്നിരിക്കുന്നത്. ഉദാഹരണം, BJPയുടെ കുത്തകയായ ഗുജറാത്തിൽ വരെ ആം ആദ്മി പാർട്ടിക്ക് 14% വോട്ടിംഗ് ഷെയർ ഉണ്ട്. അല്ല, അതുപോലെ പല സംസ്ഥാനങ്ങളിലും ഇന്ന് ആം ആദ്മി പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കാശ്മീരിൽ വരെ ഞങ്ങൾക്കൊരു MLA ഉണ്ട്. അപ്പം നമുക്ക് ഈ എല്ലാ സംഭവങ്ങളും നമ്മൾക്ക് നടത്തിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞെങ്കിൽ കേരളത്തില് നമ്മൾ പ്രകൃതി സമ്പത്തിനാൽ റിച്ച് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ. ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ചെയ്യാന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഡൽഹിയിലെ സ്കൂളുകളിലെ, ഒരു ഗവൺമെന്റ് സ്കൂളുകളിലെ ഒരു പ്യൂണിനെ തൊട്ട് ഒരു ഹെഡ് മാസ്റ്ററെ തൊട്ട് ആരെയും മനസ്സിലായി അതിലേക്കാണ് വരുന്നത്. അവരാരെയും മാറ്റിയിട്ടില്ല. ഒരു ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാരെയോ നഴ്സുമാരെയോ കമ്പൗണ്ടറെയോ ഒരു സ്റ്റാഫിനെ മാറ്റിയിട്ടില്ല. എന്നിട്ടും അവിടെ മാറ്റം കൊണ്ടുവരാൻ പറ്റി. ഒരു മരുന്ന് പോലും ഇല്ലാതെ ഒരു രോഗിക്ക് മടങ്ങി പോവേണ്ടി വന്നിട്ടില്ല. ഒരു ടെസ്റ്റുകൾ പോലും ഇല്ലാതെ ഒരു രോഗിക്ക് വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുക, പ്രൈവറ്റ് ലാബിനെ ആശ്രയിക്കുക ചെയ്യേണ്ട ആവശ്യങ്ങൾ വന്നിട്ടില്ല. ഇതൊക്കെ വന്നിരിക്കുന്നതിൻ്റെ കാരണം അവിടെ അവരെ നയിക്കാനും ഭരിക്കാനും ജനസേവനപരമായ ചിന്തയും താല്പര്യങ്ങളുള്ള ഒരു കൂട്ടം ആൾക്കാർ അതിനെ നയിക്കാൻ മേൽഘടകങ്ങൾ ആ ഗവൺമെൻറ് ഭരിക്കാൻ വന്നു എന്നുള്ളതാണ്. അവിടുത്തെ ഗവൺമെൻറ് പാർട്ടികൾ മാറിയിട്ടുള്ളൂ, സംവിധാനം അതിൻ്റെ വേറൊരു സംവിധാനം മാറ്റാതെ തന്നെ ഈ ആം ആദ്മി പാർട്ടി വന്നപ്പോൾ അവർക്കതെല്ലാം ചിട്ടപ്പെടുത്താൻ പറ്റി. ആ ചിട്ടപ്പെടുത്തല് എല്ലാ സംസ്ഥാനങ്ങളിലും വരുത്തിയാൽ ഓൾ ഓവർ ഇന്ത്യ. കേരളത്തിലെ ആൾക്കാർ പറഞ്ഞല്ലോ മധ്യവർഗ ഉപരിവർഗ പാർട്ടിയൊന്നും അല്ല, എല്ലാ സാധാരണ ജനങ്ങളിലേക്കും എത്തുന്ന ഒരു പാർട്ടി തന്നെയാണ്. തീർച്ചയായിട്ടും. റാണി മാഡം ഇപ്പം ഡൽഹി ഇന്ത്യയിൽ മറ്റൊരു പ്രസ്ഥാനത്തിന് ഒഴിവിരിക്കാത്തൊരു സങ്കടം, തങ്ങളുടെ മുഖ്യമന്ത്രി, തങ്ങളുടെ നേതാവ് ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും അധികം സമീപകാലത്ത് വേട്ടയാടപ്പെട്ടൊരു നേതാവല്ലേ അരവിന്ദ് കെജ്രിവാൾ. അതായത് ഇന്ത്യയിലെ ഏറ്റവും ഭീകരമായൊരു ജയിലെന്ന് പറയുന്ന, നമുക്ക് എപ്പോഴും ആ ജയിലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേരളീയരൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിപ്പിക്കുന്ന ഒരു ജയിലാണ്. അവിടെ ഇത്രയും കാലം പല നിയമയുദ്ധങ്ങളും കളിച്ചിട്ട് ഇത്രയും ദിവസം ഇതിനേക്കാളും മാരകമായ ഒരുപാട് ക്രൈമുകൾ ചെയ്ത മിനിസ്റ്റേഴ്സ് നമുക്കുണ്ടായിട്ടുണ്ട്, അതുപോലെ പല കൊള്ളക്കാരും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഇടക്കാലത്ത് ജാമ്യം നേരി പുറത്തുനിന്നു. പക്ഷേ വലിയ രീതിയിൽ വേട്ടയാടപ്പെട്ട നേതാവല്ല, എന്തുകൊണ്ട് ഇദ്ദേഹം മാത്രം ഇനി ടാർഗറ്റ് ചെയ്യപ്പെടുന്നു? ആദ്മി പാർട്ടിക്കാരുടെ എന്തായിരുന്നു നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. എങ്ങനെ കടന്നുപോയി ആ കാലഘട്ടത്തിൽ? അത് ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് വിവരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്.
അവിടെ ഡൽഹിയിലുള്ള ജനങ്ങൾ മുഴുവനുണ്ടല്ലോ, അവിടെ അവര് പ്രായമായ സ്ത്രീകളൊക്കെ നെഞ്ഞത്തടിച്ചും അല്ലമുറയിട്ട് കരഞ്ഞ ഒരു സമയമാണത്. ആ സമയത്ത് അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ സഹോദരനെ പോലെ, മകനെ പോലെ, പിതാവിനെ പോലെ അവരെ 101% സംരക്ഷിച്ച് നിർത്തിയ ഒരു നേതാവ്, അവരുടെ വീട്ടിലൊരു വ്യക്തിയെ പോലെ അവർക്ക് കാണാൻ കഴിഞ്ഞ ഒരാൾ. ഞങ്ങൾക്കൊക്കെ എന്ന് വേണമെങ്കിലും രാവിലെ 9 മണി തൊട്ട് 12 മണി, 1 മണി, 2 മണി വരെ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും ഞങ്ങളുടെ കുടുംബത്തിലൊരു വ്യക്തിയെ പോലെയുള്ളൊരു മുഖ്യമന്ത്രി. അദ്ദേഹം അവിടെയുള്ള എല്ലാവർക്കും ആവശ്യത്തിൽ കവിഞ്ഞ് എല്ലാ സാധനങ്ങളും എത്തിച്ചു തന്നു, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നു. ടൂറ് വരെ, വായോധികർക്ക് ടൂർ മാത്രമല്ല, ഞാനടക്കം തീർത്ഥയാത്രകൾ ഞാനടക്കം പോയിട്ടുണ്ട്. ഡൽഹിയിലൊക്കെ ഒന്ന് ജീവിച്ച ആളുകൾക്ക് അറിയാം, കണ്ടിരിക്കല നമ്മുടെ കണ്ണുകൾ പോലും കട്ടുകൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. അതിൽ നിന്നെല്ലാം ഞങ്ങളെ മോചിതരാക്കി ഞങ്ങൾക്ക് ഹൈ പ്രൊട്ടക്ഷൻ തന്ന ഒരു സംവിധാനമാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവ്. അദ്ദേഹം ജയിലിൽ പോയപ്പോൾ അലമുറയിട്ട് കരയുന്ന ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം കരഞ്ഞ ആളുകളാണ് ഡൽഹി വാസികൾ. അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾക്ക് പോലും 1% അദ്ദേഹം തെറ്റ് ചെയ്തെന്നുള്ളൊരു ബോധ്യമില്ല. EDയുടെ കേസിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ CBI അറസ്റ്റ് ചെയ്യുന്നു. CBIയുടെ കേസിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ പുറത്തേക്ക് കടക്കും മുമ്പേ തന്നെ ED വീണ്ടും വേറെ കേസ് ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു. ഈ നാടകം ഈ ഇന്ത്യൻ ജനതയ്ക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട്. ടാർഗറ്റ് ചെയ്യുന്നത് ഒരൊറ്റ കാര്യമുള്ളൂ, അത് ഡൽഹിയിൽ മാത്രം ഒതുങ്ങുമെന്നാണ് വിചാരിച്ചത് ആം ആദ്മി പാർട്ടി. അവര് പഞ്ചാബും കൂടി പിടിച്ചു, കാശ്മീരിലേക്ക് കടന്നു, അവരുടെ തട്ടകമായ ഗുജറാത്തിലും കൂടി ആം ആദ്മി പാർട്ടി 14% വോട്ട് നേടി. പല സംസ്ഥാനങ്ങളിലും ഞങ്ങൾക്ക് നല്ല വോട്ടിംഗ് ഷെയർ ഉണ്ട്. ഈ വോട്ടിംഗ് ഷെയറുകളുടെ ഒരൊറ്റ കാരണമാണ് അദ്ദേഹത്തിന്റെ ടാർഗറ്റ്. ഇവരെ ഇനി കോൺഗ്രസിനെ ഒതുക്കാൻ വളരെ എളുപ്പമാണ്, അഴിമതി ആരോപിച്ചാൽ മതി. അതുപോലെ ഓരോ പ്രാദേശിക പാർട്ടികളെ അവർക്ക് ഒതുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ആം ആദ്മി പാർട്ടിനെ, അരവിന്ദ് കെജ്രിവാളിനെ ഒതുക്കാൻ അവർക്ക് ഒരു തരത്തിലും രാഷ്ട്രീയപരമായി പറ്റില്ല എന്ന് നല്ല ബോധ്യം വന്നതോടുകൂടി അവര് ഒരൊറ്റ കാര്യത്തിലാണ് അവർ നിൽക്കുന്നത്, എങ്ങനെയും ഒതുക്കുക, ആരോപിക്കുക. അഴിമതിക്കെതിരെ വന്ന ആൾക്കാർക്ക് അഴിമതി ആരോപിച്ചുകൊണ്ട് അവരെ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ അവിശ്വസിച്ചോളും എന്നുള്ളൊരു തോന്നല് വെറും തെറ്റിദ്ധാരണയാണ്. ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന കാത്തിരിക്കുകയാണ് ഈ ഇലക്ഷനില് 100%. 70 സീറ്റ് ലോക്സഭയിലുണ്ടായ തിരിച്ചടികളൊന്നും ഇതിനെ ബാധിക്കില്ല. 70 സീറ്റുകളിൽ ഒരു പക്ഷേ അന്നത്തെ പോലെ ഞങ്ങള് 70-ൽ നിന്ന് ഒന്നുപോലും കുറയാതെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത്രയ്ക്ക് കോൺഫിഡന്റ് ആണ്. ഓട്ടോയിലും ഇല്ല, സൈക്കിളിൽ പോകാനുള്ള ഒരാൾ പോലും കിട്ടില്ല. തീർച്ചയായും മാഡം പറയുന്നത് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 2014 തെരഞ്ഞെടുപ്പിൽ ഓട്ടോയിൽ പോകാനുള്ള ഒരു സൗജന്യം അനുവദിച്ചു കൊടുത്തിരുന്നു. കോൺഗ്രസ്സുകാരെ അതിനെ അനുവദിച്ചില്ല കേട്ടോ, 0 അപ്പം ഇപ്രാവശ്യം അതും അനുവദിക്കില്ല, 70 സീറ്റിലും ജയിക്കുമെന്നാണ് മാഡം പറയുന്നത്. ഏതായാലും എല്ലാ ഭാവുകളും നേരുന്നു. ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് അവസാനം കൊണ്ട്, എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് ക്ലച്ച് പിടിക്കാൻ പറ്റാതെ പോയി? ഞാൻ ഈ ഇന്റർവ്യൂവിന് വരുന്ന പോലെ ഞാൻ ആദ്യം പറഞ്ഞൊരു ചോദ്യമാണ്, മോഹഭംഗപ്പെട്ട ഗാന്ധിയന്മാരെയും മോഹഭംഗപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെ എൻ്റെ മുമ്പിൽ ഒരു ഇന്റർവ്യൂവിന് വിളിക്കരുന്നു. ഞാൻ ഇതെൻ്റെ ഇന്റർവ്യൂവിന് കൊണ്ടുവന്ന മിസ്റ്റർ ആൻസനോട് ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള ആൾക്കാരെ ഏറ്റെടുത്താണോ കേരളത്തിലെ പരാജയക്കാർ? അതിന് പറയാൻ അത് കുറച്ച് എന്താ പറയാ, ഒരു എനിക്കും കൂടി മനപ്രയാസം ഉണ്ടാവുന്ന ഒരു ഉത്തരമാണ് അതിന് പറയേണ്ടത്. എങ്കിലും ഞാൻ അതിനെ വളരെ ലൈറ്റാക്കി പറയാം. ഈ തുടക്കം തൊട്ട് വന്ന മനോജ് പത്മനാഭൻ, അതിനുശേഷം സാറ ടീച്ചർ, അതിനുശേഷം CR നീലാണ്ടൻ സാറ്, ഇവരെല്ലാം ഇത്രയും തെളിഞ്ഞ വ്യക്തിത്വങ്ങളുമായിരുന്നു. ഇവരെല്ലാവരും ഈ ഒരു സംവിധാനം കേരളത്തിൽ നിർബന്ധമായും വരണം എന്നുള്ള ശക്തമായ ആഗ്രഹത്തോടുകൂടി വന്ന ആളുകളാണ്. ആ വന്നപ്പം പക്ഷേ അതിലേക്ക് ഓടിക്കേറി വന്ന ആളുകൾ അഴിമതിക്കെതിരെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ ഏറ്റവും ആദ്യം വന്നാൽ ഏറ്റവും ഉയർന്ന പോസ്റ്റ് കിട്ടുമെന്നും അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് അഴിമതി നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമെന്നും കരുതി വന്നിട്ടുള്ള പല ഈ നേതാക്കളെയല്ല പറയുന്നത്, ഇതിലേക്ക് വന്ന കുറെ ആളുകൾ. അവർക്ക് ഈ നമ്മുടെ പ്രധാനപ്പെട്ട ഈ മനോജ് പത്മനാഭൻ, സാറ ടീച്ചർ, CR നീലാണ്ടൻ സാർ, ഇവരുടെയൊക്കെ മുന്നിൽ അവരുടെ വിചാരിച്ച ലക്ഷ്യങ്ങളൊന്നും നടക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ അവരൊക്കെ എങ്ങനെയും അവരൊക്കെ വലിച്ചു കീറണം എന്നുള്ള നിർബന്ധ ബുദ്ധിയാൽ അവരെ തകർക്കാൻ പറ്റാവുന്ന എല്ലാ അമ്പുകളും അവരെയ്തു. അതില് വാടി തളർന്നു പോയി. കാരണം എന്താണോ, ഇവർക്ക് 5 പൈസ ഉപകാരമില്ലാതെ ഉള്ളതെല്ലാം നഷ്ടപ്പെടുന്ന
24 മണിക്കൂർ ഇതിനു വേണ്ടി വർക്ക് ചെയ്യേണ്ടി വരുന്ന, അവർക്ക് റെസ്റ്റ് ഇല്ല. ടീച്ചറൊക്കെ നല്ലൊരു എഴുത്തുകാരിയാണ്, അവർക്ക് എഴുതാൻ നേരമില്ല. CR സാറ് നല്ലൊരു പ്രകൃതി സ്നേഹിയാണ്. പ്രകൃതിക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് സമരങ്ങളിലും കാര്യങ്ങളിലും ഇൻവോൾവ് ആയിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് അതിനൊന്നും പോകാനുള്ള സമയം കിട്ടുന്നില്ല. ഈ ആം ആദ്മി പാർട്ടി രാഷ്ട്രീയത്തിൽ തന്നെ ഈ മനോജ് പട്നായക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം IT മേഖലയിൽ ഒരു ഉയർന്ന സംവിധാനം, വലിയൊരു സ്ഥാപനം കൊണ്ട് നടക്കുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ അവരെല്ലാം ഇപ്പം ഞാനും ഈ പറയുന്ന ജിൻസൺ അടക്കം ഞങ്ങളൊക്കെ ഞങ്ങളുടെ എല്ലാ സംവിധാനങ്ങളും ഉപേക്ഷിച്ചിട്ട് ഈ സംവിധാനത്തിൽ ഇറങ്ങിയതാ. നമ്മൾക്കൊക്കെ വേദന തോന്നാവുന്ന ഒരുപാട് അവസ്ഥകളുണ്ട്. അപ്പൊ ഈ അവസ്ഥകൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ജീവനോപാധിയായി കാണുന്നവരെ നമ്മളെ ക്രൂശിച്ചുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ എന്തിന്, വൈ ഷുഡ് ഐ, ഞാൻ എന്തിനിതെല്ലാം സഹിക്കണം എന്നുള്ള തോന്നല് വന്നു കഴിയുമ്പോൾ അത്തകർന്ന് സഖി കെടുമ്പം ഇറങ്ങിപ്പോവല്ലാതെ വേറെ മാർഗമില്ലാത്ത അവസ്ഥയിലേക്ക് ഒരിക്കലുമില്ല. 2020 വെറും 5 പഞ്ചായത്ത്, ഒരു ജില്ലയിലെ ഒരു ചെറിയ സൈഡിൽ ഒരു 5 പഞ്ചായത്ത്, 101%. ഞങ്ങളൊക്കെ അതിനു വേണ്ടിയാണ്. ഞാനൊക്കെ എൻ്റെ ഡൽഹിയിലെ ബിസിനസ്സുകളെല്ലാം വിട്ട്, എൻ്റെ എല്ലാ സംവിധാനങ്ങളും വിട്ട്, വേണമെങ്കിൽ കുടുംബം വിട്ട് എന്ന് വരെ പറയാം. എൻ്റെ മകനൊക്കെ പറഞ്ഞിട്ട് അമ്മ എനിക്ക് ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കി തരുമോന്ന് അങ്ങനെ ചോദിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എൻ്റെ മകനെ എത്തിച്ചിട്ടുള്ള ആ ഒരു അവസ്ഥയിലൂടെയാണ് ഞാനൊക്കെ കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോയിട്ട് നമ്മൾ ഇതിൽ നിൽക്കുമ്പം നമ്മൾക്ക് എനിക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ. ഞാൻ എൻ്റെ ബാല്യവും കൗമാരവും എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയും, പിന്നീട് വീടിന് വേണ്ടിയും, അതിനുശേഷം ഭർത്താവിന് വേണ്ടി, അതിനുശേഷം എൻ്റെ കഴിഞ്ഞ കുറേ വർഷങ്ങൾ എൻ്റെ മകന് വേണ്ടി മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ മരണം വരെ ഞാൻ ഈ ആം ആദ്മി രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിക്കുന്നു. വ്യക്തിത്വങ്ങളാണ് ആം ആദ്മിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അഴിമതിയുള്ള സംവിധാനങ്ങളെ തൂത്തെറിയാനായിട്ട് എറിഞ്ഞുകൊണ്ട് നല്ല ജനസേവനപരമായ ഒരു ബദൽ രാഷ്ട്രീയമായി മാറാൻ ജനങ്ങളുടെ നിർബന്ധമാണ് കേജ്രിവാൾ ഒരു പാർട്ടിയായി പ്രഖ്യാപിക്കാൻ ശ്രമിച്ചത്. ആ ശ്രമം തുടങ്ങിയപ്പോൾ, ആ ആശയം അറിഞ്ഞപ്പോൾ ആദ്യം എതിർപ്പും, ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ സംവിധാനത്തിന്റെ കൂടെ ഇല്ല എന്ന് തീരുമാനിച്ച ആളാണ് ഞാൻ. അങ്ങനെ തീരുമാനമെടുത്ത് 49 ദിവസം 28 സീറ്റുകളോടുകൂടി 49 ദിവസം ഭരിച്ച് 49 ദിവസം ഞാൻ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നൊഴികെ ബാക്കി എല്ലാം പ്രാവർത്തികമാക്കി. ഒരു വാഗ്ദാനം എനിക്ക് പാലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നട്ടലുള്ളൊരു ഭരണാധികാരിയായി അദ്ദേഹം ആ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇറങ്ങിപ്പോന്ന ആ നിമിഷം മുതൽ ഞാൻ എൻ്റെ നെഞ്ചിലേറ്റിയതാണ് ആം ആദ്മി പാർട്ടിനെയും കേജ്രിവാളിനെയും. അന്ന് തൊട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയെ പോലെ ഈ പാർട്ടിയും കേടായി പോകുമെന്നുള്ള ഒരൊറ്റ ധാരണയിലാണ് ഞാൻ ആദ്യത്തെ ഇലക്ഷനിൽ ഞാനൊരു വിമുഖത കാട്ടിയത്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരടക്കം മുഴുവൻ ആളുകളും ഈ പാർട്ടിയെ പിന്തുണച്ചു. ഞാനും ആ പാർട്ടിയുടെ ആ നട്ടലുള്ള നേതാവിൻ്റെ പിന്നിൽ അണിനിരക്കാനായിട്ട് അഭിമാനത്തോടുകൂടി എൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും വേണ്ടാന്ന് വെച്ച്, എല്ലാ മുന്നേറ്റങ്ങളും വേണ്ടാന്ന് വെച്ച് ഞാൻ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി എൻ്റെ മരണം വരെ ഞാൻ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായിരിക്കും. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും നേരം എനിക്ക് വേണ്ടി ഇത്രയും വിശദമായി സംസാരിച്ചതിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. അവസാനം കൂടി പോരാട്ടം ഡൽഹിയിലും പഞ്ചാബിലും ഗുജറാത്തിലും മാത്രമല്ല ഇന്ത്യ മുഴുവനും ഒരുപക്ഷെ 2020 പ്രഖ്യാപിച്ചപ്പം പഞ്ചാബ് പ്രഖ്യാപിച്ച പലരും കേജ്രിവാളിനെ പരിഹസിച്ചിരുന്നു. പക്ഷേ 2 വർഷത്തിനുള്ളിൽ പഞ്ചാബ് പോലും കയ്യിൽ വന്നു. അതുപോലെ ഇന്ത്യ മുഴുവനും വരും. താങ്ക് യു.